എല്ലാവരും ഇയർഫോൺ ചെവിയിൽ കുത്തിത്തിരികെ വെക്കുക. ഹലോ ഗായ്സ്, ദിസ് ഈസ് ചിൽ ഡൂഡ് മലയാളം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് A few moments later. സന്തോഷാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും സ്റ്റോറേജ് കുറക്കാം, അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ സ്റ്റോറേജ് എങ്ങനെ കുറക്കാം, കൂടാണ്ടിരിക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത്. ആ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ അത്യാവശ്യം ഫോൺ കയ്യിലുള്ളവർ എപ്പോഴുമുള്ള പ്രശ്നമാണ് സ്റ്റോറേജ് ഫുൾ ആകുന്നു. അതേമാതിരി നോട്ടിഫിക്കേഷൻ വരും, സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കുറക്കാനായിട്ട് ഒരു 100%, 50% നിങ്ങൾക്ക് ഈ വഴിയിലൂടെ കുറക്കാനാകും. അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റായ രീതിയിലൂടെയാണ് നിങ്ങൾ ആപ്പ് ഡിലീറ്റ് ആക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിലൂടെ നിങ്ങൾക്ക് ആപ്പ് ഡിലീറ്റ് ആക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരും. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഓടിപ്പോന്ന് ഇൻട്രോ കണ്ടിട്ടൊന്ന്, കൂടാണ്ട് അടിപൊളി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യും പ്ലീസ്. What you know about rolling down in the deep? When your brain goes numb, you can call that mental freeze. When these people talk. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് മുമ്പ് പറയാൻ പോകുന്ന 2 ടിപ്പാണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്ന് വാട്സപ്പ് ടിപ്പും ഒന്ന് സെറ്റിങ്സ് ടിപ്പും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോൺ ചരിച്ച് വെച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സംഭവം ഉണ്ടാവും. നിങ്ങളുടെ ഫോൺ നേരെ പിടിച്ചേക്ക് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചരിച്ച് പിടിച്ചുകൊണ്ടായതുകൊണ്ട് കുറച്ച് ലാർജായിട്ട് നിങ്ങൾക്ക് ഫയൽസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് തന്നെ നമുക്ക് വാട്സപ്പ് എടുക്കുക ഗൈസ്. വാട്സപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് 3 ഡോട്ട് സൈഡിലായിട്ടുണ്ടാവും. അതിൽ പിടിച്ച് വെക്കുമ്പോൾ ഇതിലേക്ക് വരും. നിങ്ങൾ സാധാ എടുക്കൂലേ, പിന്നെ അക്കൗണ്ട് ഇതൊക്കെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ എടുക്കാനത്ത് അക്കൗണ്ട്, ചാറ്റ്, നോട്ടിഫിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഉണ്ടാവും. ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പിടിച്ചേക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡാറ്റ ഇതിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന്. ഡാറ്റ അല്ല, സ്പേസ്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എത്രത്തോളം നമ്മൾ കുറയുന്നുണ്ട്. ആപ്സ് ഡിലീറ്റ് ആക്കിയാൽ, ഫയൽസ് ഡിലീറ്റ് ആക്കിയാൽ ഇതിൽ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ടിപ്പെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് റിവ്യൂ ആൻഡ് ഡിലീറ്റ് ഐറ്റംസ് എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ടിക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് ഇവിടെ കുറയുന്നത് നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ ഒരു 5-8 എണ്ണം ഇങ്ങനെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് 7.2 അത് കുറയുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയ ഫയൽ ഡിലീറ്റ് ആക്കിയതുകൊണ്ടാണ് കുറയാത്തത്. ആവശ്യമുള്ള ഫയലായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ചാറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ചാറ്റിൻ്റെ അടിയിൽ നിന്ന് എത്രത്തോളം MB ആണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചേക്കുന്നത്, അഥവാ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള, അങ്ങനെ എല്ലാം കൂടി ഫയൽസ് ഒന്നടങ്ങി കൂടിയ ഒരു MB ആയിരിക്കുമല്ലോ നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ സ്പേസിലുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൽ പിടിച്ച് വെക്കുക. എന്നിട്ട് ക്ലിയർ ചാറ്റ് ചെയ്ത് കളയുക അതിലേക്ക് കയറിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇത് 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാ ആപ്പ് ഡിലീറ്റ് ആക്കൂലേ, അങ്ങനെ നമ്മൾ ഒരിക്കലും ആക്കരുത്. അത് നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഭാഗത്ത് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ എനിക്കൊരു ആപ്പ് ഡിലീറ്റ് ആക്കണമെന്നുണ്ട്. ഇപ്പോൾ തമ്പനയിൽ എന്ന് പറഞ്ഞ ആപ്പാണ്. അത് നെക്കി പിടിച്ച് വെക്കുക. എന്നിട്ട് നേരെ അൺഇൻസ്റ്റാൾ നിൽക്കുക. എന്നിട്ട് ഓക്കെ എന്ന ബട്ടൺ ഒരിക്കലും നമ്മൾ നെക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പൊട്ടത്തരം നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ സ്പേസ് അങ്ങനെ കുറയത്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ആപ്പ് കയറ്റുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വലിയ ലാർജ് ഫയലാണ്. ഇപ്പോൾ വാട്സപ്പ് തന്നെ 5 ഫയലെങ്ങാണ്ടും ഉണ്ട് വലുതായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. മറ്റേ ഒരു ആപ്പ് കയറ്റുമ്പോൾ അതിൻ്റെ അകത്ത് 10 കൂടില്ല. അങ്ങനെ ലാർജ് ഫയൽസ് ആകുമ്പോൾ അതിൻ്റെ ഫയൽസ് കൂടും. അപ്പോൾ ഫയൽസിൽ മൈ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ഫയൽസ് മൊത്തം കുന്നുകൂടി നിങ്ങളുടെ സ്പേസ് കുറയും. അപ്പോൾ അത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പക്കാ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് സാധാരണ ഇപ്പോൾ ചെയ്തില്ലേ, അതേപോലെ ഡിലീറ്റ് ആക്കിയ ആ ഫയൽസ് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ ആവും.
അപ്പോൾ നിങ്ങൾ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത് അത് ഏത് ഫയലാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ ഫോണിൻ്റെ ആണ് ആ ഫയൽ. ഇപ്പം അവിടെ ആ ഫയൽ ഡിലീറ്റ് ചെയ്താൽ ചില ഫയൽസ് ഫോണിൻ്റെ ആയിരിക്കും. അപ്പോൾ ഫോൺ വരെ ഇങ്ങനെ ഓഫായി വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്പേസ് കുറയുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോകുന്നത് അതിൻ്റെ അടിയിലോട്ട് പോകുന്നത് ആപ്സ് എന്ന ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. പിടിച്ചേക്കുക. അവിടെ ഏത് ആപ്പാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് എനിക്ക് ആവശ്യമുള്ളത് തമ്പനെയിൽ മേക്കർ ഫോർ യൂട്യൂബ്. അത് പിടിച്ചേക്കുക. ഇത് ഡിലീറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൊബൈലിൻ്റെ ബാറ്ററി സ്റ്റോറേജ് അത് സ്റ്റോറേജ് പിടിച്ചേക്കുക. ഇപ്പം എത്രത്തോളം സ്റ്റോറേജ് നമ്മളിതിൻ്റെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇത് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. ശരിക്കും ഇത് ഞാൻ 16 MBക്ക് കയറ്റിയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയേക്കുന്നത് 38 ഫയലിനാണ്. അപ്പോൾ ഇങ്ങനെ ഫയൽസ് ഡാറ്റ അങ്ങനെയുള്ള എല്ലാം ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിയർ ക്യാച്ച എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതിൽ പിടിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ആ ക്യാച്ച എന്ന മേലെ ഇതേക്കണതിൽ പോകുന്നതാണ്. അത്ര MB സ്പേസ് നമുക്ക് തിരിച്ച് കിട്ടി. ഇനി അതിൻ്റെ അപ്പുറത്ത് തന്നെ ക്ലിയർ ഡാറ്റ അത് പിടിച്ചൊക്കെയിട്ട് ഓക്കെ ബട്ടൺ നിൽക്കുക. ഇപ്പോൾ വാട്സപ്പിൻ്റെ ആവശ്യമുള്ള അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് വരെ നമുക്ക് പോവാം. ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഡിലീറ്റ് ആക്കി ഇവിടെ ബാക്ക് അടിക്കുക. എന്നിട്ട് നേരെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങളുടെ സ്പേസ് 100% കുറഞ്ഞ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കറക്റ്റാണ്. നിങ്ങളുടെ സ്പേസ് കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങാണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെറിയ ഫയലായിരിക്കും. വലിയ ഫയൽ ഇങ്ങനെ ഫയൽസും ഈ ആപ്സിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ സാധാ കുറയും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക, അപ്പോൾ കുറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ നൻബൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനൽ ദിസ് ഈസ് ചിൽഡ്യൂട്ട് മലയാളം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.